റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഗിമ അൻഫു തുമ്മ റഗിമ അൻഫുഹു, മൂക്ക് മണ്ണിൽ കുത്തട്ടെ, മൂക്ക് മണ്ണിൽ തട്ടട്ടെ എന്ന് 3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ഖീല മൻ യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ അയാൾ? മൂക്ക് മണ്ണിൽ തട്ടെന്ന് പറഞ്ഞാൽ നശിച്ചു പോകട്ടെ, അയാൾക്ക് നഷ്ടം സംഭവിക്കട്ടെ എന്ന് പറയാൻ അറബിയിലുള്ള പ്രയോഗമാണിത്. റഗിമ അൻഫു, മൂക്ക് മണ്ണിൽ തട്ടട്ടെ എന്ന്. അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ആരാണ് നബിയെ അങ്ങ് ഉദ്ദേശിച്ചത്? മൻ അദ്റക അബവൈഹി ഇൻദഹു, മൻ അദ്റക അബവാഹു ഇൻദഹു അൽകിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലം യുദ്ഖിലാഹുൽ ജന്നഹ. ഭയങ്കര ഹദീസാണ്. വൃദ്ധസദനങ്ങളൊന്നും പിന്നെ ആവശ്യമില്ല. അവനവന്റെ വീട്ടിലുള്ള സൗകര്യത്തിൽ ഉമ്മാനി വാപ്പാനി നോക്കുക. ഒരാൾ അദ്റക അബവാഹു ഇൻദഹുൽ കിബറ, അവന്റെ അരികത്താണ് ഉമ്മാക്കും വാപ്പാക്കും വാർദ്ധക്യം വന്നെത്തിയത്. ഉമ്മാക്കും വാപ്പാക്കും വാർദ്ധക്യം വന്നു അവന്റെ അരികത്തായിരിക്കെ എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ഉമ്മയും വാപ്പയെയും അവന്റെ കൂടെ അവൻ ജീവിപ്പിച്ചു. അഹദുഹുമാ, ഉമ്മ മാത്രം, ഔ കിലാഹുമാ, ഉമ്മയും വാപ്പയും, അല്ലെങ്കിൽ വാപ്പ മാത്രം ഉമ്മ മരിച്ചിട്ടുണ്ട്, അല്ല 2 പേരോ ഒരാളോ ഇവന്റെ കൂടെ ജീവിച്ചു. എത്രയോ ആളുകൾ അങ്ങനെ ഉണ്ട്. ഉമ്മ എന്റെ കൂടെ താമസിക്കണം, ഉമ്മ എന്റെ പുരയിൽ താമസിക്കണം, ഉമ്മാനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന എത്രയോ കുടുംബങ്ങൾ. മാഷാ അല്ലാഹ്, അല്ലാഹു അവർക്കൊക്കെ നല്ല ജസാ ഖൈർ ചെയ്യട്ടെ, ആമീൻ. എത്രയോ ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. നേരെ മറിച്ചുണ്ടാവും, ഉമ്മ വാപ്പ നോക്കാൻ നമ്മൾക്കുണ്ടാവില്ല, അമ്മ ഗൾഫ് പോവുകയാണ്, എന്നുകൊണ്ട് എന്ത് ചെയ്യാ, ഞാൻ പോരാണെങ്കിൽ എന്തെങ്കിലും വിശാന്തയ്ക്ക് എന്ന് പറഞ്ഞ് പെണ്ണ് വാപ്പളുടെ ഒപ്പം കൂടിയിട്ടുണ്ടാവും. എന്തേ ഉമ്മാനെ വാപ്പാനെ നോക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ടേ കഴിച്ചിലായി പോകണം. അങ്ങനെ രക്ഷപ്പെട്ടു വന്നവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു ആലം. അവിടെ നിന്നാ നോക്കേണ്ടി വരും. അതുകൊണ്ട് റഗിമ അൻഫു, മൂക്ക് മണ്ണിൽ തട്ടട്ടെ എന്ന് 3 പ്രാവശ്യം നഷ്ടമാണ് പറ്റിയത്. ആരുടെ കൂടെയാണോ ഉമ്മയും വാപ്പയും വാർദ്ധക്യത്തിലാവുകയും ഫലം യുദ്ഖിലാഹുൽ ജന്ന, എന്നിട്ട് ഇവന് സ്വർഗത്തിൽ പോവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവന് നഷ്ടം തന്നെയാണ്. ഉമ്മയും വാപ്പയും വീട്ടിൽ വാർദ്ധക്യത്തിൽ ഉണ്ടായിരിക്കെ അവരെ നോക്കിയാൽ ഇവന് സ്വർഗം കിട്ടുമായിരുന്നു. എത്രയോ കുറ്റങ്ങൾ വെച്ചിട്ടുണ്ടാവും. പക്ഷെ അല്ലാഹു ഉമ്മയും വാപ്പയെ നോക്കിയാൽ ഇതിന്റെ കൂലി കൊണ്ട് പുറത്തു തന്നേക്കാം. അതവൻ ചെയ്യാതെ ഉമ്മയും വാപ്പയെ നോക്കിയില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല. മരിച്ചപ്പം പിറ്റേന്ന് തന്നെ എത്തി സ്വത്ത് ഊരി വെക്കാനുള്ള ചർച്ചക്ക്. ലം യുദ്ഖിലാഹുൽ ജന്ന, സ്വർഗത്തിൽ പോവാനുള്ള ഭാഗ്യം വാപ്പയും ഉമ്മയും നോക്കിയിട്ട് കിട്ടാത്ത മനുഷ്യന് നഷ്ടമാണ്, പിന്നെയും നഷ്ടമാണെന്ന് പറഞ്ഞത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, പ്രായം വരുമ്പോ അവരെ നോക്കുക. വാർദ്ധക്യം നമുക്ക് സ്വർഗം കിട്ടാനുള്ള വഴി നമ്മുടെ മുമ്പിലേക്ക് തിരയാണ്. അവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത്, ഡോക്ടറെ കാണിക്കുന്നത്, കൊണ്ടുവരുന്നത്, പോകുന്നതൊക്കെ അങ്ങനെയാണ്. ഉമ്മയും വാപ്പയ്ക്കും വേണ്ടി ദുആ ഇറക്കണമെന്ന് പറഞ്ഞില്ലേ? വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, പടച്ചവനെ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എന്നെ വളർത്തിയതുപോലെ നീ അവരോട് റഹ്മത്ത് ചെയ്യണമേ. കമാ റബ്ബയാനി സഗീറാ, എന്നെ വളർത്തിയല്ലോ, മരിക്കാതെ മതി. എന്നോട് ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം, എന്നോട് കരുണയോടുകൂടെ വളർത്തി എന്നൊന്നുമില്ല, എന്നെ വളർത്തിയിട്ടുണ്ടല്ലോ, ഞാൻ മരിച്ചിട്ടില്ലല്ലോ. ഉമ്മയും വാപ്പയും വായിലേക്ക് വെള്ളം വെച്ചെന്നില്ലായിരുന്നെങ്കിൽ മരിച്ചു പോകുന്നൊരു പ്രായം. കൊച്ചുകുട്ടികളൊക്കെ അങ്ങനെയല്ലേ. ചെറിയ മക്കൾക്ക് എന്തറിയാൻ പറ്റും? നമ്മൾ ചെറിയ മക്കൾക്ക് അറിയാം ഇവർ അബുദാബിയിലപ്പോൾ ഉള്ളത്, ഇവിടെ വരാൻ വിസ വേണമെന്നും ടിക്കറ്റ് വേണമെന്നും. നമ്മൾ വേറെ നാട്ടിലാന്ന കുട്ടികൾക്ക് അറിയാം, ഇവർക്കൊന്നും അറിയില്ലല്ലോ, ചെറിയ മക്കളല്ലേ. കുട്ടികളെ ഉമ്മയുടെയും വാപ്പയുടെയും റഹ്മത്തില്ലെങ്കിൽ അവർക്ക് വളരാൻ പറ്റൂല. അവർക്ക് സംരക്ഷണം, അവർക്ക് ഭക്ഷണം, അവർക്ക് വെള്ളം, ഇതൊക്കെ ഉമ്മ കൊടുക്കണ്ടേ, വാപ്പ കൊടുക്കണ്ടേ. അപ്പൊ നമ്മുടെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ തന്നുവല്ലോ, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് റബ്ബേ നീ അവർക്ക് റഹ്മത്ത് ചെയ്യ് എന്ന് എപ്പോഴും ദുആ ഇറക്കണമെന്ന. റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽവാലിദൈനി ഇഹ്സാന, അല്ലാഹു തആല തീർച്ചയായും നിങ്ങളോട് നിർബന്ധപൂർവ്വം ഏൽപ്പിച്ചിരിക്കുകയാണെന്ത്? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, ഉമ്മാക്കും വാപ്പാക്കും നന്മ ചെയ്യണം. അപ്പോൾ ഉലമാ പറയാണ് നിസ്കരിക്കുന്നത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. ഉടനെ പറഞ്ഞു ഉമ്മാക്കും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്, ഉമ്മാക്കും വാപ്പാക്കും നന്മയും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോ നിസ്കാരത്തിന്റെ കൂടെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ദ്വാരക്കുമ്പോ എന്റെ ഉമ്മാക്കും വാപ്പാക്കും പുറത്തു കൊടുക്കണമേ എന്ന് ദ്വാരക്കും ചെയ്താൽ ഈ ഖുർആനിന്റെ കൽപ്പന നമ്മൾ അംഗീകരിച്ചു, നമ്മൾ പ്രവർത്തിച്ചു എന്ന് വരും. നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്, നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ ഇബാദത്ത് ചെയ്യണം. ഉടനെ തന്നെ എന്ത് പറഞ്ഞു? ഉമ്മാക്കും വാപ്പാക്കും നന്മയും ചെയ്യണം. അപ്പൊ എല്ലാ നിസ്കാരം കഴിഞ്ഞാലും നിസ്കാരത്തിന്റെ കൂടെ എന്ത് ചെയ്യുക? ഉമ്മാക്കും വാപ്പാക്കും ദുആ കൊടുക്കുക. എന്തേ നിസ്കരിക്കാൻ പറഞ്ഞ അല്ലാഹു അല്ലേ, ഉമ്മയും വാപ്പയും നോക്കണം എന്ന് പറഞ്ഞതും അല്ലാഹു ആണ്. അതുകൊണ്ട് ചെയ്യും. ഉമ്മയും വാപ്പിന് എന്ത് സ്വഭാവക്കാരായിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യുക? അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരാൾ വന്നു. യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറായവരെ,
ഉമറന്നവരെ, ലഖദ് ബലഗ ബിർരി ബി ഉമ്മി, എന്റെ ഉമ്മാക്ക് ഞാൻ ഒരുപാട് സേവനം ചെയ്തു ഉമറന്നവരെ. അന്നഹാ ലാ തഖ്ദി ഹാജതഹാ ഇല്ലാ വദഹിരി ലഹാ മതിയാ, എന്റെ പുറം വാഹനമായി ഉപയോഗിക്കാതെ ഒരു കാര്യവും എന്റെ ഉമ്മാക്ക് ചെയ്യാൻ പറ്റില്ല. എന്റെ ഉമ്മയെ ഞാൻ പുറത്തു കൊണ്ടുപോകണം, വീൽ ചെയർ ഒന്നുമില്ലല്ലോ, എന്റെ പുറത്ത് ഞാൻ കൊണ്ടുപോകും. അഹ്മിലുഹാ, ഉമ്മയെ ഞാൻ ചുമക്കുന്നുണ്ട്. വഅദ്ഹബു ബിഹാ ഇലൽ മിർഹാദി, ടോയ്ലറ്റിലേക്ക് വരെ ഉമ്മയെ ഞാനാണ് പൊക്കിക്കൊണ്ടുപോകുന്നത്. ഖമാ കാനത് തഫ്അലു ബി ഫിസ്ഗരി, ഞാൻ കുട്ടിയായിരുന്നപ്പോ എന്നെ ഉമ്മ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. കുട്ടികൾക്ക് പാമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ പേരാണ്, ഡയാപ്പർ എന്നല്ല പറയേണ്ടത് അല്ലേ. ടൂത്ത് പേസ്റ്റിനൊക്കെ കോൾഗേറ്റ് എന്ന് പറഞ്ഞ മാതിരി കുട്ടികളുടെ ആ ഡയാപ്പറിനൊക്കെ നമ്മൾ പാമ്പേഴ്സ് എന്നാ പറയാ. കമ്പനിക്കാര് നമുക്കൊല്ലം തരണം, ഇങ്ങനെ വർഷം ചെയ്യണില്ലേ. അപ്പൊ ഡയാപ്പേഴ്സ് ഒക്കെ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യും, കുട്ടികളുടെ അതൊക്കെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ക്ലീൻ ആക്കി കൊടുക്കണല്ലേ ഉമ്മാരെ, കുട്ടികൾ എടുത്തുകൊണ്ട് പോകുന്നില്ലേ. എന്ന പോലെ ഉമറന്നവരെ, എന്റെ ഉമ്മയെ ഞാൻ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ബാത്റൂം എന്ന് പറഞ്ഞ പിന്നെ മതി, ബാക്കി എല്ലാം ഉമ്മാക്ക് ഇയാൾ ചെയ്തു കൊടുക്കണം. അത്രക്ക് ഞാൻ ഉമ്മാക്ക് നന്മ ചെയ്തിട്ടുണ്ട് ഉമറന്നവരെ. എനിക്ക് എന്തൊക്കെയാണോ ഉമ്മ ചെയ്തു തന്നത് അത് ഞാൻ ഉമ്മാക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഉമ്മയോട് ചെയ്യേണ്ട ബാധ്യത ഞാൻ ചെയ്തു കഴിഞ്ഞുവോ? എന്റെ തോളിലേറ്റിയിട്ടാണ് ഞാൻ ബാത്റൂമിൽ വരെ ഉമ്മയെ കൊണ്ടുപോകുന്നത്. ഉമ്മ അങ്ങനെ ചെറുപ്പത്തിൽ എന്നെ കൊണ്ടുപോയിരുന്നല്ലോ. ഇതൊക്കെ ചെയ്തിട്ട് ഉമ്മായോട് ചെയ്യേണ്ട ബാധ്യത ഞാൻ ചെയ്തുവോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ, ചെയ്തിട്ടില്ല. ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഫിഖഹാണ്, ബഹുമാനപ്പെട്ടവരെ മനസ്സിലാക്കുന്ന വിഷയം. ഇന്നഹാ കാനത് തഫ്അലു ബികദാലിക വതതമന്നാ ലക ഉംറൻ തവീല, നീ കുഞ്ഞായിരുന്നപ്പോ നിന്നെ ബാത്റൂമിൽ കൊണ്ടുപോയത്, നിനക്ക് ഭക്ഷണം തന്നത്, നിന്നെ എടുത്തുമ്മ നടന്നതൊക്കെ നീ വലുതാവണം, നീ വലിയ ആളാവണം, നിനക്ക് ആയുസ്സുണ്ടാവണം. പനി വരുമ്പോഴേക്കും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയത് നീ പെട്ടെന്ന് മരിച്ചേക്കണ്ട, ഇതിനെ ഡോക്ടറെ കൊണ്ടുപോകുന്നത്. നീ പെട്ടെന്ന് മരിച്ചേക്കണ്ട, നീ ജീവിക്കണം എന്ന ആഗ്രഹത്തോടു കൂടെയാണ് നിന്റെ ഉമ്മ ഇതൊക്കെ ചെയ്തതെങ്കിൽ നീ ഉമ്മാക്ക് ചെയ്യുമ്പോ, ഇത്രയും പ്രായമുള്ള ഒരു ഉമ്മാക്ക് നീ ചെയ്യുമ്പോ, ഉമ്മ ഒരു പക്ഷേ നാളെ മരിക്കും, മറ്റന്നാൾ മരിക്കും, അധിക കാലമൊന്നും ഇല്ലല്ലോ, കുറച്ചു കാലമല്ലേ ഉള്ളൂ, ഉമ്മ മരിക്കുമല്ലോ എന്ന പ്രതീക്ഷയിലല്ലേ നീ ഈ ചെയ്യുന്നത്. നിന്റെ ഉമ്മ നിനക്ക് ചെയ്തെന്നത്, നിനക്ക് ജീവനുണ്ടാകണം, നീ മരിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് ഉമ്മ ചെയ്തതും നീ ചെയ്തതും ഒരുപോലെയല്ല എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെയാണ്. വലിയമ്മക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ ICU ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞ് മക്കളൊക്കെ ഗൾഫിൽ നിന്ന് അബുദാബിയിൽ നിന്ന് ടിക്കറ്റ് നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് എല്ലാവരും ഓടിക്കൂടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും മനസ്സിൽ എന്തായാലും 10 ദിവസത്തെ എമർജൻസി എടുത്തിട്ടാ വന്ന്, ഇതിന്റെ ഇടയ്ക്ക് ഉമ്മ വച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് അല്ലേ.